പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാമോഫ്ലേജ് എന്ന ടെക്സ്റ്റ് എഫക്റ്റ് ആണ് ഫോട്ടോഷോപ്പിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് എഫക്റ്റ് ആണിത്. അതിനുവേണ്ടി നമ്മൾ നമുക്ക് വേണ്ട ഒരു ചിത്രം സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത പിക്ചറിന് വേണ്ടിയിട്ട് പിക്ചർ വിൻഡോയിൽ വന്ന് ഫോട്ടോഷോപ്പിൽ എടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ചിത്രം നമുക്ക് പറ്റിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയത്തിനോട് ബന്ധമുള്ളതായിരിക്കണം ഏത് പിക്ചറായാലും. നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ലെയർ പാനൽ പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഉണ്ടോ, അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ കീബോർഡിലെ കൺട്രോൾ ജെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കോപ്പി കിട്ടും. കൺട്രോൾ ജെ 4 കോപ്പി എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ജെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ മുകളിലെ 2 ഹൈഡ് ചെയ്യണം, 2 ലെയർ. മൂന്നാമത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ കോപ്പി സെലക്ട് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ഗ്രേ ആഡ് ചെയ്യേണ്ടത്. അതിന് ഷിഫ്റ്റ് F5 അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് നമ്മൾ 50% ഗ്രേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലെയറിനെ നമ്മൾ ഗ്രേ ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട തൊട്ട് മുകളിലെ നമ്മൾ ഹൈഡ് ചെയ്ത ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട കാമോഫ്ലേജ് ടെക്സ്റ്റ് എഫക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനൊരു പക്ഷേ പെൻ ടൂൾ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ കൊണ്ട് നമുക്ക് എടുക്കാം. എങ്ങനെയാണ് ഓരോരുത്തർ സൗകര്യം പോലെ ചെയ്യാം. ഞാനിവിടെ സെലക്ഷൻ ടൂളാണ് ഉപയോഗിക്കുന്നത്, ക്വിക്ക് സെലക്ഷൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഏരിയ നമ്മളിതുപോലെ സെലക്ട് ചെയ്യുക. ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. ക്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെ കൊണ്ടില്ല, എവിടെ കിട്ടിയില്ല, എവിടെ കേടുകളുണ്ട് എന്നുള്ളത് നമുക്ക് തീർക്കാൻ പറ്റും. കേടുകൾ തീർക്കാൻ വെറുതെ ക്യൂ അടിച്ചാൽ മാസ്ക് വരും. അപ്പം നമുക്ക് നോക്കാൻ പറ്റും. അത് തന്നെ ക്യൂ തിരിച്ച് ചെയ്താൽ അത് ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ചില ഏരിയകൾ ക്ലിയർ ആവാനുണ്ട്, അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇത്തരം കാര്യങ്ങളൊക്കെ. പെൻ ടൂൾ ഉപയോഗിച്ചാലും മതി. ഇത് തന്നെ വേണമെന്നില്ല, സെലക്ഷൻ ടൂൾ തന്നെ വേണമെന്നില്ല. ആൾട്ട് ഉപയോഗിച്ച് നമുക്ക് മൈനസ് ചെയ്യാം, ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് പ്ലസ് ചെയ്യാം. ഏരിയ നമ്മൾ ചെയ്യുന്ന ഏരിയ മൈനസും ആൾട്ടും ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആൾട്ട് ഉപയോഗിച്ച് നമുക്ക് മൈനസ് ചെയ്യാം, ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കൂട്ടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ സ്പീഡ് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് തന്നെ കിട്ടും. നമ്മൾ പെൻ ടൂൾ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് മാസ്ക് ചെയ്യാൻ. അടിയിൽ ഇത് ക്ലിക്ക് ചെയ്യുക, മാസ്ക് ചെയ്ത് സെലക്ട് ചെയ്ത ലെയർ മാസ്ക് നമ്മൾ അൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഇ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലെയർ കിട്ടും. അൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഇ. അതിനുശേഷം നമ്മൾ ആ പുതിയതായി കിട്ടിയ ലെയറിനെ സെലക്ട് ചെയ്തിരുന്നു. ഫിൽറ്ററിലേക്ക് പോയിട്ട് നമ്മൾ ബ്ലർ എടുക്കുന്നു. അതിൽ ഈ കുഷൻ ബ്ലർ എടുത്തിട്ട് 2.0 തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ഈ ലെയറിനെ നമുക്കൊരു പുതിയ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് വെക്കണം. അതിനുവേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നു. അത് നമ്മൾ അതിനൊരു പേര് കൊടുക്കുക, ന്യൂ എടുത്തിട്ട് അതിനൊരു പുതിയ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഫൈനൽ. ഞാനിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈനൽ എന്നാണ് കൊടുത്ത് ഓക്കെ ചെയ്യാം.
അപ്പോൾ നമുക്കതൊരു പുതിയ വിൻഡോ ആയിട്ട്, പുതിയൊരു സ്ക്രീനായിട്ട് കിട്ടി. അത് നമുക്കതിനെ സേവ് ചെയ്യണം, PSD ആയിട്ട് സേവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, PSD ആയിട്ട് മാത്രമേ സേവ് ചെയ്യാവൂ. നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സേവ് ചെയ്യുന്നത്. ഈ ഓപ്ഷനൊക്കെ ഓക്കെ കൊടുക്കുക. വീണ്ടും നമ്മളെ പഴയ ക്യാൻവാസിലേക്ക് തിരിച്ചിടുക. നമുക്ക് ആ ലെയറിന് ഇനി ആവശ്യമില്ല, ഇപ്പം ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ലെയർ മാസ്ക് ചെയ്ത ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ Shift Ctrl U, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, ഡിസ്പാച്ചുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മോഡ് മാറ്റുക. നമ്മളത് സോഫ്റ്റ് ലൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ് ലൈറ്റ്. ഇനി നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൽ ഒരു കളർ ഫില്ല് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേറെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി ടെക്സ്റ്റാണ് ചെയ്യാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടെക്സ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടെക്സ്റ്റ് നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഫയലിൽ നിന്നാവാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്താലും മതി. ഞാനിവിടെ നേരത്തെ വേർഡ്പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു, അത് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല അടുത്ത് നിൽക്കുന്ന ലെറ്ററുകളായിരിക്കും ഏറ്റവും നല്ലത്. അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റിൽ ക്യാരക്ടർ പാനലിൽ പോയിട്ട് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തി, പാരഗ്രാഫ് പാനലിൽ പോയിട്ട് അതിൻ്റേതായ വേണ്ട തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പില്ലാതെ പരമാവധി ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് എങ്ങനെ തിക്കാക്കി നിർത്താൻ പറ്റും, പരമാവധി അടുപ്പിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നന്നാവും. അങ്ങനെയാണ് നമുക്ക് ആ പിക്ചറിൻ്റെ മുകളിലേക്ക് ഇതൊരു ലെയറായി വരുന്നതുകൊണ്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ആ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യുക വേണ്ടത്. അത് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക. പരമാവധി ഗ്യാപ്പില്ലാത്ത രീതിയിൽ അത് ചെയ്തെടുക്കാവുന്നതാണ്. ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് പേജ് മുഴുവൻ നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ചെറിയ ടെക്സ്റ്റ് കുറച്ച് ബോൾഡാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചെയ്തത് ഈ ഫോണ്ടും ടെക്സ്റ്റൊക്കെയാണ് സൈസ് ചെയ്യാൻ അതിനനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഒരു. ഇനി നമ്മൾ ചെയ്ത ടെക്സ്റ്റ് ലെയറിനെ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്ത സ്മാർട്ട് ഒബ്ജക്റ്റിനെ നമ്മൾ ഫിൽറ്ററിൽ പോയിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഫിൽറ്ററിൽ പോയി ഡിസ്റ്റോർട്ടഡ്, അതിൽ രണ്ടാമത്തെ കാണുന്ന ഡിസ്പ്ലേസ് ആണ്. അത് സെലക്ട് ചെയ്ത് നമുക്കൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ നമ്മൾ മുകളിൽ 20 കൊടുക്കുന്നു, താഴെയും 20 കൊടുക്കും. മറ്റുള്ളതൊക്കെ ഓക്കെ അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ നമ്മളോട് ഓപ്ഷൻ വെക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നമ്മൾ പഴയ സേവ് ചെയ്ത് വെച്ച PSD ഫയൽ ഓപ്പൺ ചെയ്യും. അതിവിടെ വരുമ്പോൾ കണ്ടോ ടെക്സ്റ്റിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം ഇപ്പോൾ അത് ആ ചിത്രത്തിൻ്റെ മുകളിൽ വേറെ രീതിയിൽ തന്നെയാണ് വന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ലെയർ സെലക്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പിക്ചറിനെ ക്വിക്ക് സെലക്ഷൻ ടൂൾ കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ചെയ്യേണ്ടത്. നേരത്തെ മറ്റേ ചിത്രമായിരുന്നു, ആണിൻ്റെ ചിത്രമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ സ്ത്രീയുടെ ചിത്രമാണ് ചെയ്യുന്നത്. അത് കറക്റ്റായി നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെലക്ട് ചെയ്തെടുക്കുക.
ഇത് നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ക്യൂ ഒക്കെ അടിച്ച് നോക്കിയിട്ട് നമുക്ക് എത്തിയ സ്ഥലം എത്താത്ത സ്ഥലമൊക്കെ ശ്രദ്ധിച്ച് കാണാവുന്നതാണ്. അപ്പം നമ്മളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആ ക്യൂ ഉപയോഗിച്ചാൽ നമുക്ക് ആ മാസ്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും. അതിനുശേഷം അതിന് നമ്മൾ ഈ റിഫൈൻ അടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ റേഡിയസ് കുട്ടിക്കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. അത് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കിട്ടും. ഈ സ്മൂത്ത്നെസ് കുറച്ച് കൂട്ടിക്കൊടുക്കുക. നമ്മളങ്ങനെ ചെയ്യുന്ന ആ പിക്ചറിൻ്റെ പൂർണ്ണഭാഗം ഒന്നുകൂടെ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പം സെലക്ഷൻ ശരിക്കും ആയിക്കഴിഞ്ഞു എല്ലാ ഭാഗത്തും. അടിച്ചൊക്കെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നത് നന്നാവും. കാരണം നമ്മൾ നേരെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കിട്ടേണ്ടത്. കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലെയറിനൊരു ലെയർ മാസ്ക്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ ലെയറിനും ലെയർ മാസ്ക് കൊടുക്കണം. നമ്മളെ ലെയർ സെലക്ട് ചെയ്ത് കാണും, ലെയർ മാസ്ക് എത്തിക്കഴിഞ്ഞോടെ ഇനി നമുക്ക് ഈ പുരുഷന്റെ ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ ആവും. അതിലേക്ക് നമുക്ക് ഒരു പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കളർ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു സെലക്ഷൻ വരും. നമ്മളൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് നമ്മളൊരു ഇഷ്ടമുള്ള കളർ കൊടുത്താൽ മതി. ഞാനിപ്പം ബ്ലാക്ക് അല്ല, വൈറ്റ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റി കുറയ്ക്കുക. അല്ല, നോർമൽ ആക്കിയാലും ഓവർലി ആക്കിയാലും അതിൻ്റെ ഒരു ഞാനിപ്പോൾ സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റി 25-26% കുറച്ചു കഴിഞ്ഞു. അതിനുശേഷം ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. അതിനൊരു ഷാഡോ നമുക്ക് കൊടുക്കാം സൈഡിൽ. മറ്റേ ചിത്രമാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. ആദ്യം ലേഡീൻ്റെ പിക്ചറിനാണ് ഷാഡോ കൊടുക്കുന്നത്. കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഓപ്പോസിറ്റി ചേഞ്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രീതിയിൽ ഓക്കെ ചെയ്യും. അതിനുശേഷം നമുക്ക് വീണ്ടും മറ്റേ മുകളിലെ പുരുഷന്റെ അവിടെ ഒരു ഷെയ്ഡിന്റെ ആവശ്യം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അത് വേണം നിർബന്ധമല്ല. ഇപ്പം നമ്മളെ വർക്ക് ഫലത്തിൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നാൽ നമ്മൾ മോഡിഫിക്കേഷനാണ്, കുറച്ചുകൂടെ ഒരു നന്നാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെയും ചെറിയ രീതിയിലൊരു ഷെയ്ഡ് വളരെ ലൈറ്റായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ലൈറ്റായിട്ട് നമുക്ക് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാം. അത് ആ പേപ്പർ തന്നെ ഫോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡാർക്ക് ചെയ്യേണ്ട കാര്യമില്ല.
ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ കൊടുത്ത കളർ മാറ്റാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കാം. ഞാനും വൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പെയിൽ കളറും ഡാർക്ക് പെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒരു പെയിൽ കളറിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈറ്റിലേക്ക് കൊണ്ടുവന്ന് നോക്കിയതാണ്. അതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളറിലൂടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഹ്യൂ സാച്ചുറേഷൻ കൊടുത്ത് നമുക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളരിയാണ് പറയുന്നത്. അത് നമുക്കിഷ്ടമുള്ള ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഏറ്റവും അനുയോജ്യമായത് ഏതോ അത് നമ്മൾ സെലക്ട് ചെയ്യും. നമുക്കിഷ്ടമുള്ളത് ചെയ്യാം. കാമോഫ്ലേജ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഏകദേശം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹ്യൂ സാച്ചുറേഷനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് നോക്കുന്നതെന്ന് മാത്രം ഏറ്റവും നല്ലൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഈ വർക്ക് നമ്മളിവിടെ അവസാനിപ്പിച്ച ശേഷം വളരെ ഭംഗിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫോട്ടോഷോപ്പിലെയും ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് ഇതുപോലത്തെ ടിപ്സുകൾ ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലുണ്ട്. നിങ്ങളത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ചാനൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വളരെ സന്തോഷം. താങ്ക് യു എവരിവൺ.